അതിരാവിലെ 4:30 മണിയാണ് ഇപ്പോൾ സമയം. ഞാനും കുട്ടും കൂടെ നമ്മുടെ മുനമ്പം ഹാർബർ വരെ ഒന്ന് പോവാണ്. അതിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഹാർബർ ഒന്ന് കാണണം എന്നുള്ളത്. നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ നിന്ന് എന്തോ കൊണ്ടുപോയതായിരുന്നു ആ മീനില്ലാത്ത സമയത്ത്. അപ്പം ഇപ്പോൾ അങ്ങനെ വലുതായപ്പോൾ ഞാനിപ്പോൾ ഹാർബർ കാണാനെത്തി. കുട്ടു മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു 4:30 സമയം ഇരുട്ടുള്ള സമയമാണ്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ പാസ് എടുക്കണം. ഒരു ബൈക്കിന് 20 രൂപയാണ് പാസ് വരിക. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ ചേട്ടൻ തിരിച്ച് വിളിച്ചിട്ട് അങ്ങനെ പാസ് എടുത്തത്. അപ്പോൾ അത് കയറിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരും കുറേ മീനുകളും. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് തളയനായിരുന്നു. തളയെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ റിബൺ ഫിഷ് എന്നാണ് പറയുന്നത്. നീളത്തിൽ നല്ല ഒരു പരന്ന ടൈപ്പ് മീനാണ്. നോർമലി ഇത് നല്ല വണ്ണം ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ വലിയ രുചി ഉണ്ടാവില്ല. പിന്നെ കണ്ടത് അയിലേൻ്റെ സെക്ഷനായിരുന്നു. ഒരു ഭാഗം നിറച്ച് നല്ല ഫ്രഷ് അയിലകൾ മാത്രം. വലിയ അയിലകൾ ഉണ്ടായിരുന്നു, ചെറിയ അയിലകൾ ഉണ്ടായിരുന്നു. മീൻസ് അയിലൊക്കെ ഇങ്ങനെ ഒരു ബെഡ് പോലെ നിരത്തിയിട്ടേക്കാന്ന്. അടുത്ത സെറ്റ് മീൻ നമ്മൾ കണ്ടത് കടൽ ബ്രാലുകളാണ്. നമ്മൾ തട്ടിലങ്ങനെ കണ്ടിട്ടില്ല. അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് ഇത് ഏതായിരുന്നു? ശീലാവാണോ? ശീലാവൻ. ഇത്തിരി നീളം കൂടിയ മീൻ. പിന്നെ കുറെ ചെമ്മീനുകൾ ഉണ്ടായിട്ട്. ഇതിന്റെ പേരറിയാമോ നിനക്ക്? ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആക്ച്വലി കുട്ടു ഹാർബറിലൊക്കെ പണ്ട് പോയിട്ടോ. പക്ഷെ അവന് ഇതുവരെ ചെമ്മീൻ ഏതാണ് അതിന്റെ മീനിന്റെ പേരെന്താന്ന് പോലും അവന് അറിയാൻ മേല. അതെ, കടൽ ചെമ്മീന്റെ പേര് നമുക്ക് അങ്ങനെ അറിയില്ല. അതെന്താണ് അവര് പേരിട്ട് വിളിക്കാറില്ല. പുഴച്ചെമ്മീനാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കടൽ ചെമ്മീനായോണ്ട് ഇത്തിരി പണിയാണ്. ഇത് ലേലം നടക്കുന്നതാണ്. ഓരോ സെറ്റ് വെച്ചിട്ടാണ് ലേലം നടക്കുക. അതെങ്ങനെയായിരുന്നു അത്? ലേലത്തിന് അന്നേരം ചെന്നപ്പോ നമ്മ കണ്ടത് ആ ഒരു കൂട്ടത്തിന് 50,000 60,000 അങ്ങനെ സെറ്റ് അനുസരിച്ചാണ് വില വന്നത്. അത് നല്ല വിലയായിരുന്നു. ഈ ചെറിയ ചെമ്മീനാണ് ഇത്രയും വില. ചെറിയ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു കണ്ടെയ്നറിൽ ഒരു 40 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കുറെ ആയില്ലേ. ഇത് ഇപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റൂല. ഈ സെക്ഷനൊക്കെ അങ്ങനത്തെ കുറച്ച് ഡാമേജ് വന്നതും ഇതായിട്ടുള്ള മീനുകളാണ് ഈ മൊത്തം കിടക്കുന്നത്. ഇത് വളത്തിന് കയറി പോണ മീനാണ് പൊടിക്കാനായിട്ട്. ഇതേതാണ് ഈ മീന്? ഇത് ബഫർ ഫിഷ് എന്ന് പറയും. ഇത് കഴിക്കാൻ പറ്റൂല. ഇതിന്റെ എന്തോ വെയിൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തോ പോയിസൺ ആണെന്ന് പറയണേക്കാ. ഇത് തിരിയാനാണ്. ഈ സാധനം വറുത്താൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് കോട്ടയം സൈഡിലൊക്കെ ഊണിനൊക്കെ തിരിയാനാണ് വറുത്ത് കൊടുക്കുന്നത്. അയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കച്ചവടക്കാരൻ വന്നപ്പോ പറഞ്ഞതാണ്. ശരിക്കും അയിലയും തിരിയാനും ഏകദേശം കാണാൻ ഒരുപോലെ ഉണ്ട്. എനിക്ക് വ്യത്യാസം തോന്നുന്നു തിരിയാനും കുറച്ചും കൂടെ വികസനം കുറവാണ്. അതിൽ കുറച്ച് വണ്ണം കൂടുതലാണ്. ഇതെന്ന് പറയുമ്പോൾ പാമ്പോലി ഇരിക്കുന്നത്. ഇതിന്റെ പേരാണ് കോലാൻ. കോലാൻ എന്നാണ് ഈ മീനിന്റെ പേര്. ഞാൻ കഴിച്ചിട്ടില്ല. കുട്ടി കഴിച്ചിട്ടുണ്ടോ? കോലാൻ വേറെ കഴിച്ചിട്ടുണ്ട്. കുറെ ടൈപ്പ് കോലാനുണ്ട്. ഇവിടെ കുറച്ച് ബോട്ടിലെ ചേട്ടന്മാര് കൂന്തലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അവര് ലാസ്റ്റ് ആയിപ്പാണ് കൂന്തലൊക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇത് അയില, നിറച്ച അയിലായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. കൂടുതലും അയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ നമ്മ വള്ളത്തിന്റെ സെക്ഷനിലേക്കാണ് എത്തിയത്. ഇവിടെ മൊത്തം ബോട്ടല്ലേട്ടാ. ഇവിടെ ഏറ്റവും കൂടുതൽ വള്ളമാണുള്ളത്. അത് കൊടുത്ത ഇത് വള്ളത്തിന്റെ സെക്ഷനാണ്. ഇത് ആ ഒരു ചേട്ടൻ ഒരു വള്ളത്തിന്റെ ഉള്ളിൽ ഇറങ്ങിക്കണുണ്ട്. അത് വള്ളത്തിന്റെ കള്ളിന്ന് അങ്ങനെ എങ്ങാണ്ടാണ് പറയണത്. അതിന്റെ ഉള്ളിലാണ് അവർ പിടിച്ച മീനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കൊണ്ടുവന്നത്. ഇതെന്താണത്? ഐസ് എടുത്ത് പുഴയെ കളയണം. എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ ഒരാൾക്ക് നിക്കാൻ പാകത്തിനുള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇറങ്ങി നടക്കാൻ പറ്റും തോന്നുന്നു. ഇറങ്ങി നടക്കാൻ പറ്റിയിരിക്കും. എന്താണ് കുടുത. അതിന്റെ ഉള്ളിൽ കുറെ സെറ്റപ്പ് മീനുണ്ടാവും. കാരണം വള്ളക്കാരുടെ മീനാണല്ലോ. അയില പിന്നെയും അയില. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഓരോ കമ്പനീന്റെ ആണത്. ഇത് അതെന്തായിരുന്നു ഈ നീളത്തിൽ കിടക്കുന്നത്? നല്ല നീളം കൂടിയ മീൻ. ഇത് ഏത് ഓലക്കുടിയെന്ന് അതിന്റെ പേര് പറയാ. അത് നോർമലി അതിന്റെ മുതുകത്ത് ഓലേന്റെ ഷേപ്പിൽ ഉള്ള ചിറകാണ് ഉണ്ടാവുക. അങ്ങനെയാണ് അതിന് ഓലക്കുടി എന്ന് പേര് വന്നത്. ഇപ്പൊ ഇവര് ഇട്ടേക്കുന്ന എല്ലാം ചിറക് വെട്ടിക്കളഞ്ഞിട്ടെന്ന് തോന്നണം അല്ലേ? ബോട്ടിൽ സ്പേസിന് വേണ്ടി വെട്ടിക്കളായിരിക്കും. അതായിരിക്കും. വിത്ത് ചിറക് ആ മീനെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ടേസ്റ്റുമാണ്. നല്ല വൈറ്റ് മീറ്റാണ് അതിന്റെ ഉള്ളിൽ വരിക. അച്ചാറിടാൻ പറ്റിയ നല്ല മീറ്റാണ് ഈ ഓലക്കുടി മീനിന്റെ. പിന്നെ ഈ കിടക്കുന്നത് തിരണ്ടിയായി കിടക്കുന്നത്. തിരണ്ടി കുറെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. പക്ഷെ വില കുറവായിരുന്നു. ഒരു തിരണ്ടിക്ക് 3,000 രൂപ 4,000 രൂപ. അത് പെട്ടെന്ന് പറഞ്ഞ മാറിപ്പോയി. തിരണ്ടി 5 കിലോ 5 കിലോ അല്ല, ഒരു 15 കിലോ 20 കിലോ ഒക്കെ റേറ്റ് അല്ല, കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 5,000 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വില. ഇത് ചൂണ്ടക്കാരുടെ മീനാണിത്. അതാണ് അത്ര നല്ല ഫ്രഷ് മീൻ കാണുന്നത്. അപ്പുറത്തെ തിരണ്ടി കിടക്കുന്ന മറ്റേ ബെഡിൽ തലോണ എടുക്കുന്ന പോലെ ഇല്ലേ കാണാനായിട്ട്? ഇവരുടെ സെക്ഷനിൽ കുറെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. വറ്റ, കേര, പിന്നെ കുറെ പേറിയാത്ത മീനൊക്കെ ഉണ്ടായിരുന്നു. മോദ ഉണ്ടായിരുന്നില്ലേ? മോദ ചെയിൻ കവർ ഇറപ്പുണ്ട്. ചെയിൻ കവർ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ പേരല്ലേ ഇത്? എനിക്കറിയായിരുന്നു, നിനക്കറിയാത്ത. അതിപ്പോഴെല്ലാരും പറഞ്ഞു. അവരുണ്ടാ മറ്റു വളരെ രാഘവത്തോടെ ആ മനുഷ്യനെ ആ മീൻകൂട്ടത്തിൽ എടുത്തോണ്ട് പോകുന്നു. ഇതൊരു കേരക്ക് തലോണ ഇതൊരു കേരക്ക് 3,000 അല്ല, 300, 400, 500, 600 ഒക്കെ. ഏറ്റവും ടോപ്പ് 600 ആ റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വില കുറവായിരുന്നു.
അത് കണ്ടോ, ഒരു വലിയ മീനിന്റെ വായിൽ ഒരു കോല് കുത്തി വെച്ചിരിക്കുന്നു. അത് കോല് കുത്തി വെച്ചതേ വാലുമ പിടിക്കാൻ പറ്റും, പക്ഷെ അതിന്റെ തലക്ക് പിടിക്കാൻ പറ്റൂല. എന്നാലും ഇത്രയും ദ്രോഹിക്കേണ്ട കാര്യം ഉണ്ടായിനെ. എന്തായാലും ചത്തോയില്ലേ, അവർക്ക് വിൽക്കണ്ടേ. ആ, ഇത് കേര, അത് കൊടുതാ കേര. കേര. അതിന്റെ അപ്പുറത്തെടുക്കുന്നത് മോത. മോത ഇതേനാ തളയൻ. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. ആ സിൽവർ കളർ ഉണ്ടാ, നമുക്ക് ഈ സിൽവർ കളർ ഉള്ളത് കിട്ടൂല. നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്. അവിടുത്തെ ഹാർബറിൽ തന്നെ ചെല്ലണത് മേടിക്കാനായിട്ട്. നമ്മുടെ ഇവിടെ കിട്ടണ കുറവാ. ഈ തളയൻ നല്ല വലിപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, വണ്ണം കുറവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ കേര. മഞ്ഞ കളർ വാലുമ്മ കണ്ടതാണ് യെല്ലോ ഫിൻ ട്യൂണ എന്ന് പറയാ. കേരളം നല്ല ടേസ്റ്റ് കൂടെ ആയിട്ട്. അത് നെയ്മീൻ. നെയ്മീൻ. നെയ്മീൻ അത് നെയ്മീൻ. ഇവിടെ വലിയ വലിയ മീനുകളാട്ടോ. ഇത് മോതയാണ്. ഇതെന്തായിരുന്നു സാധനം? ഇത് എന്ത് സാധനമാണെന്ന്, പാമ്പ് പോലത്തെ ഒരു മീനാണ്. ഏതാണ് പേര് എനിക്കറിയില്ല. ഇത് പോണ വഴിക്ക് ഒരു മീൻ ആക്സിഡന്റ് പറ്റി, ചതഞ്ഞരഞ്ഞു പോയത്. പോണ വഴി കുറെ ആക്സിഡന്റ് കാണാൻ പറ്റും. ഇതിന്റെ ഒരു കൂട്ടം മീൻ 200 രൂപ പറഞ്ഞേ. രണ്ടു കൂട്ടത്തിനൂടെ 2 കൂട്ടല്ല, അപ്പുറത്തൊരു കൂട്ടം മാത്രമായിരുന്നു. എനിക്ക് അയിലേ തിരിയാനെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. നേരം വെളുത്ത് നമ്മൾ ആക്ച്വലി മീനെ നോക്കി താഴത്തോട്ട് മാത്രമേ നമ്മൾ നോക്കണ്ടായിരുന്നുള്ളൂ, മേളിലോട്ട് നോക്കതേ ഇല്ല. ടൈം പോയത് അറിഞ്ഞില്ല. നമ്മള് പുറത്തേക്ക് വന്നപ്പോ മൊത്തം നല്ല വെട്ടം, നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ. വെട്ടം വന്നപ്പോ കൂന്തല് വന്ന്. കുട്ടന് പറയണ, കുട്ടി പറ. ഇതെന്ത് മീനാണത്? ഇത് നല്ലൊരു വലിയ നീല കളറിലെ. എനിക്ക് പക്ഷെ പേര് ചോദിക്കാൻ പറ്റിയില്ല, അതിന്റെ അരികത്താരും ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ ഒരേ കമ്പനിക്കാരി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ലേലം വിളിച്ചിട്ടേക്കണ മീനാണ്. ഞാൻ ഐസ് ചെയ്ത് വണ്ടി കയറി പോകട്ടോ. ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഇത് അവര് നല്ല ഭംഗിക്ക് ഐസ് ഇട്ടിട്ട് അതിന്റെ മേലെ അടക്കി വെക്കുന്നതാണ്. ഈ മീന് മാച്ചാൻ എന്നാണ് നമ്മൾ പറയാ. അതായത് കറുത്ത ആവോലി. ഇതിന്റെ തന്നെ വെള്ള ആവോലി വരുന്നുണ്ട്. അതിന് ഇതിനേലും കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും. കാണാനും കുറച്ച് നല്ല ഭംഗിയുണ്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് നല്ല വലിയൊരു ഇഷ്ടം തോന്നൂല, പക്ഷേ ഏകദേശം ടേസ്റ്റ് ഒരുപോലെയാണെന്ന് തോന്നുന്നു അല്ലേ? ടേസ്റ്റ് ഒരുപോലെ, പക്ഷേ ഇത് ഇത്തിരി മാംസം കൂടുതലായിരിക്കും ഈ മീൻ. ഞങ്ങൾ 1 കിലോ മേടിച്ചായിരുന്നു കേട്ടോ. ഇത് 400 രൂപ വരുന്ന അവിടെ 1 കിലോന്. ആ കണ്ടെയ്നറിൽ ഒരു കണ്ടെയ്നർ 16,000 രൂപ എന്നാണ് അവർ റേറ്റ് പറഞ്ഞത്. അതായത് ഇവർ ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ആ ഒരു ബോക്സ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ, ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നർ ആ ട്രെയിലറിന്റെ പുറകിലിരിക്കുന്ന വലിയ സാധനമാണ്. അതല്ല, ബോക്സ് ആണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ട് മാച്ചാനിയൊക്കെ. 400 രൂപ കിലോ. 400 രൂപ നമ്മളെടുത്തതിൽ 1 കിലോയില് 3 എണ്ണം വരുന്നായിരുന്നു. അത് 120 എന്തോ ഉണ്ടായിരുന്നു. അവരിങ്ങനെ താഴെ ഐസിട്ട് അതിന്റെ മുകളിൽ ഐസിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് കൊടുത്തു വിടണത്. അത്രയും വിലയുടെ മീനല്ലേ അത്. 1-2 മണിക്കൂർ വണ്ടിയിൽ ഇരിക്കണം, കേടുകൂടാണ്ട് അവിടെ വരെ എത്തിക്കണ്ടേ. അപ്പൊ നല്ലോണം ഐസിട്ട് പാക്ക് ചെയ്താണ് അവര് വിടുന്നത്. അത് ഐസിടണ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം മീനിടും, പിന്നെ ഐസിടും. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഇത്രയും കുറച്ച് സ്ലോ ആയത്. ഇത് നല്ല നീളൻ വലിയ കൂന്തലൊക്കെ നല്ല സൈസ് കൂന്തലായിരുന്നു. അപ്പുറത്ത് ചെറിയ കൂന്തൽ ഉണ്ടായിരുന്നു. അത് കിലോ 130 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സൈസ് ആയിരുന്നു തോന്നുന്നു. വലുതിന് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മള് വെട്ടത്തിന് വന്നപ്പോ മൊത്തം അയിലയും ചെമ്മീനൊക്കെ പോയിട്ട് എല്ലാ സ്ഥലത്തും മൊത്തം കൂന്തലായിരുന്നു. അതെന്താണെന്നറിയോ, കാലത്ത് ആദ്യം തന്നെ മീൻ ഇറങ്ങുള്ളൂ. അത് മീൻ ലേലം വിളിച്ചു കഴിഞ്ഞിട്ട് തളയൻ ഇറങ്ങും. തളയൻ ലേലം വിളിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് കൂന്തൽ ഇറങ്ങണത്. കാരണം കൂന്തല മഷി ഉണ്ടാവും. ആ മഷി മീനുമായി കഴിഞ്ഞാൽ പിന്നെ പോവൂല. അതാണ് ഈ ലാസ്റ്റ് കൂന്തൽ ഇറക്കി ലേലം വിളിക്കണത്. നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു പരിചയക്കാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി അപ്പൊ കുറച്ച് കൂന്തൽ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഹാർബറിന്റെ ഫ്രണ്ട് വശം വരുന്നത്. നേരത്തെ വെളുപ്പിന് വന്ന പിരിട്ടാനും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുൻപ് അറ്റത്തായിട്ടാണ് ഹാർബർ വരിക. ഇതാണ് മെയിൻ ഹാർബർ.